ഈ വീഡിയോയിൽ ഉഷ ജെനോമി 3-വേ കോഡിംഗ് ഫുട്ട് ഉപയോഗിക്കുവാൻ നിങ്ങൾ പഠിക്കും. അതിന്റെ പേര് പോലെ തന്നെ ഈ ഫുട്ട് നിങ്ങളെ 3 നേർത്ത കോഡുകൾക്ക് മേൽ ഒരേ സമയം തയ്ക്കാൻ സഹായിക്കുന്നു. ഒന്നുകിൽ സ്ട്രേറ്റ് ലൈനിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സങ്കീർണമായ ഡെക്കറേറ്റീവ് ഡിസൈനുകളിൽ. ആദ്യം ഈ ലെസണിനായി ആവശ്യമായ സാമഗ്രികൾ എടുക്കാം. അതെ, നിങ്ങൾക്ക് ഉഷ ജെനോമി കോഡിംഗ് ഫുട്ട് വേണം. കോഡുകൾ ഒരേ നിറത്തിലുള്ളതോ പല നിറത്തിലുള്ളതോ ആകാം. പിന്നെ തയ്ക്കാനുള്ള നൂലുകൾ, ഇതും ഒരേ നിറത്തിലുള്ളതാകാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് നിറത്തിലുള്ളതും എടുക്കാവുന്നതാണ്. അവസാനത്തേതും അത്യന്താപേക്ഷിതവുമായത് ഒരു പീസ് തുണി, നിങ്ങളുടെ ആദ്യത്തെ റൗണ്ട് കോഡിംഗ് ചെയ്യാനായി. തുണിയുടെ നീളത്തിന്റെ 4 മടങ്ങ് കോഡ് അളന്നെടുത്ത് മുറിക്കുക. ഇത് തന്നെ മറ്റ് 2 കോഡുകളിലും ആവർത്തിക്കുക. ഇവിടെ 2 മഞ്ഞ കോഡുകളും ഒരു പച്ച കോഡുമാണ് ഈ ലെസണിനായി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. എന്നാൽ 3-വേ കോഡിംഗ് ഫുട്ട് ഉപയോഗിക്കാനായി നിങ്ങൾക്ക് എപ്പോഴും 3 കോഡുകൾ വേണമെന്നില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് 1, 2, 3 കോഡുകൾ ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ പ്രസർ ഫുട്ട് ലീവർ ഉപയോഗിച്ച് മാറ്റി 3-വേ കോഡിംഗ് ഫുട്ട് ഇടുക. ഞാൻ ചെയ്യുന്നതുപോലെ ആദ്യത്തെ കോഡ് ക്ലിപ്പിന് താഴെ കൂടി എടുത്ത് ആദ്യത്തെ ഗ്രൂവിനുള്ളിലേക്ക് കടത്തുക. ഗ്രൂവിനുള്ളിലേക്ക് കടക്കാനായി നിങ്ങൾ ഇത് ചെറുതായി ഒന്ന് വലിക്കേണ്ടി വരും. 2-ാമത്തെയും 3-ാമത്തെയും കോഡുകൾ യഥാക്രമം 2-ാമത്തെയും 3-ാമത്തെയും ഗ്രൂവുകളിൽ കടത്താനായി ഇത് ആവർത്തിക്കുക. എല്ലാ കോഡുകൾക്കും ഒരേപോലുള്ള നീളമാണ് എന്ന് ഉറപ്പാക്കുക. ഏതാനും ഇഞ്ചുകൾ ഫുട്ടിന് പിന്നിലായി. ഇതുപോലെ ഫുട്ട് ഉപയോഗത്തിനായി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. തയ്ക്കുന്നതിന് മുൻപായി മെഷീൻ സെറ്റ് ചെയ്യുക. ഡി സ്റ്റിച്ച് പാറ്റേൺ സെലക്ടർ ഡയലിൽ തിരഞ്ഞെടുക്കുക. സ്റ്റിച്ച് ലെങ്ത് 2 തിരഞ്ഞെടുക്കുക. തുണിയുടെ പീസ് കോഡിംഗ് ഫുട്ടിന്റെ താഴെ വെച്ച് ഫുട്ട് താഴ്ത്തുക. തയ്ക്കാൻ ധൃതിയായി അല്ലേ? തയ്ക്കാനുള്ള സമയമായി. നിങ്ങൾ മറുവശമെത്തുമ്പോൾ കുറച്ച് കോഡ് അധികമിട്ടിട്ട് ബാക്കി മുറിച്ചു മാറ്റുക. ഇതായിരുന്നു ബേസിക് കോഡിംഗ്. നിങ്ങൾക്കിനി വിവിധ തരം സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കോഡിംഗ് പാറ്റേൺ കൂടുതൽ ആകർഷകമാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് മറ്റൊരെണ്ണം നോക്കാം. ഡയൽ സ്ട്രെച്ച് സ്റ്റിച്ച് അഥവാ SS മാർക്കിംഗിലേക്ക് തിരിക്കുക. സ്റ്റിച്ച് D തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തുണി ഫുട്ടിന് താഴെ വെച്ച് മുൻപ് തയ്ച്ചതുപോലെ തയ്ച്ചു തുടങ്ങുക. പക്ഷേ ഇപ്പോൾ മറ്റൊരു സ്റ്റിച്ചാണെന്ന് മാത്രം. പൂർത്തിയാകുമ്പോൾ കോഡിന്റെ അധികമായുള്ള ഭാഗം മുറിച്ചു മാറ്റുക. കോഡിംഗ് മനോഹരമായ 3D എലമെന്റുകൾ തരുന്നു. എന്തിനും, നാപ്കിനുകൾക്കും കുഷൻ കവറുകൾക്കും വസ്ത്രങ്ങൾക്കുമെല്ലാം ഇത് ടെക്സ്ചേർഡ് എഫക്ട് തരുന്നു. ശരിയായ രീതിയിലാണെങ്കിൽ അതിമനോഹരമായിരിക്കും ഇത്. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നിങ്ങളുടെ പക്കലുള്ള എല്ലാ പ്ലെയിൻ തുണികളും എടുത്തോളൂ, അവയെ അലങ്കരിക്കൂ. നിങ്ങൾ ഒറ്റ നിറമുള്ള വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതേ നിറത്തിലുള്ള കോഡുകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ല. അത് അഴകിന്റെ മൂർത്തിമത് ഭാവമാണ്. ഹൃദയം കൊണ്ട് ബൊഹീമിയനായിട്ടുള്ളവർ ആ മനോഹരമായ വർണ്ണങ്ങളും വർണ്ണഭേദങ്ങളും തിരഞ്ഞെടുത്ത് നിങ്ങളുടേതായ സ്റ്റേറ്റ്മെന്റ് എൻസെമ്പിൾ സൃഷ്ടിക്കൂ. ഇനി കോഡിംഗ് ആസ്വദിക്കൂ.